വളരെ അടുത്ത ദിവസം നിങ്ങൾ മരണപ്പെടുമെന്നറിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എന്തിനു വേണ്ടി ചെലവഴിക്കും? ജീവിതം ഏറ്റവും മനോഹരമായ ഘട്ടത്തിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയാക്കി മരണത്തിന് കീഴടങ്ങാൻ വിധിക്കപ്പെട്ടവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരാളായിരുന്നു ഡോക്ടർ പോൾ കലാനിധി. ലോകത്തിലെ നമ്പർ 1 ന്യൂറോ സർജൻ എന്ന ബഹുമതിയിലേക്ക് കുതിച്ചുയരുമ്പോഴാണ് തൻ്റെ 36-ാം വയസ്സിൽ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് ലങ് ക്യാൻസർ ബാധിക്കുന്നത്. പക്ഷേ ഇനി എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. മരണം അതൊരു പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നതിലും വൈകിയായിരിക്കും, എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നതിലും വളരെ നേരത്തെ ആയിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഇനി ബാക്കിയുള്ളത് 3 മാസമാണെങ്കിൽ ഞാനത് എൻ്റെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കും. അല്ല, ഇനി 1 വർഷമുണ്ടെങ്കിൽ ഞാനൊരു പുസ്തകം എഴുതും. അതല്ല, ഇനി 10 വർഷമാണ് ബാക്കിയെങ്കിൽ ഞാൻ വീണ്ടും ഡോക്ടർ പോൾ കലാനിധിയായി രോഗികളെ ചികിത്സിക്കും. ഈ ഭൂമിയിൽ ഒരു നിമിഷം പോലും വെറുതെയാകുന്നില്ല. എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഈ ജീവിതം നിരർത്ഥകമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഈ പുസ്തകം കയ്യിലെടുക്കുക. ഇതിലെ വരികളിലൂടെ കണ്ണോടിക്കുക. ചിലപ്പോൾ മുന്നോട്ടു പോകാൻ ഈ പുസ്തകം നിങ്ങളെ സഹായിച്ചേക്കും.